ഒന്ന് രുചിച്ചാൽ ജീവൻ എടുക്കുന്ന വില്ലൻ. മനുഷ്യൻ എന്നും ഭയത്തോടെ മാത്രം കേൾക്കുന്ന ഒരു വസ്തു. പറഞ്ഞു വരുന്നത് സയനൈഡിനെ കുറിച്ചാണ്. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു മലയാളി സ്വർണ്ണപ്പണിക്കാരൻ സയനൈഡ് രുചിച്ചതിന് ശേഷം 3 വരികൾ എഴുതാൻ കഴിഞ്ഞു. അങ്ങനെ ആദ്യമായി ഒരു മലയാളി സയനൈഡിന്റെ രുചി എന്തെന്ന് പുറം ലോകത്തെ പറഞ്ഞറിയിക്കാൻ സ്വയം പരീക്ഷണം നടത്തി. ഇറ്റാലിയൻ എഴുത്തുകാരനായ ബെഞ്ചമിൻ ലെബറ്റട്ടിന്റെ ബുക്കർ പ്രൈസിന് അർഹമായ കൃതിയാണ് വെൻ വി സീ ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. ഈ പുസ്തകത്തിൽ ഒരു മലയാളിയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. പാലക്കാട് സ്വദേശിയായ MP പ്രസാദ് എന്ന സ്വർണ്ണപ്പണിക്കാരനാണ് തന്റെ അസാധാരണമായ മരണത്തിലൂടെ ബുക്കർ സമ്മാനം നേടിയ ഒരു രചനയിൽ ഇടം പിടിച്ചത്. തന്റെ ആത്മഹത്യാക്കുറിപ്പിലൂടെ ചുരുളഴിയാത്ത ഒരു രഹസ്യം ലോകത്തെ അറിയിച്ചുകൊണ്ടായിരുന്നു പ്രസാദ് മരണത്തിന് കീഴടങ്ങിയത്. സയനൈഡിന്റെ രുചി പുറം ലോകത്തോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അദ്ദേഹം. പല ശാസ്ത്രജ്ഞരും സയനൈഡിന്റെ രുചി എന്താണെന്നറിയാൻ ശ്രമിച്ച് ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരെല്ലാം പരാജയപ്പെട്ടെടുത്ത് നിന്നായിരുന്നു പ്രസാദിന്റെ കണ്ടെത്തൽ. സയനൈഡിന്റെ രുചി രേഖപ്പെടുത്തുന്ന ഒരേ ഒരു തെളിവ് പ്രസാദിൻ്റേത് മാത്രമാണ്. ഇന്നും ആ റെക്കോർഡ് തിരുത്താൻ പിന്നീട് ഒരു ശ്രമം ആരും നടത്തിയിട്ടുമില്ല. പ്രസാദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ഡോക്ടർമാരോട്, പൊട്ടാസ്യം സയനൈഡ്, ഇതിൻ്റെ രുചി ഞാൻ അറിഞ്ഞു. വളരെ പതുക്കെ, ആരംഭത്തിൽ കുറച്ച് പുകച്ചതുപോലെയാണ്. നാക്കെല്ലാം എരിയും, ഹാർഡാണ്, നല്ല ചവർപ്പുമാണ്. ഈ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകം സയനൈഡിന്റെ രുചിയെ അക്രിഡ് ടേസ്റ്റ് വിത്ത് ബേണിംഗ് സെൻസേഷൻ എന്ന് വിശേഷിപ്പിച്ചു. പ്രസാദ് ഒരു സാധാരണ മലയാളി കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു. സ്വർണ്ണപ്പണി ജീവനോപാധിയാക്കി ഗോൾഡൻ ജ്വല്ലറി വർക്ക്സ് എന്ന കട തുടങ്ങുകയും ചെയ്തു. എന്നാൽ രാജസ്ഥാനിൽ നിന്ന് വന്ന ചില തട്ടിപ്പുകാരുടെ കൈകളിൽ പതിയെ പണവും സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു. വഞ്ചിക്കപ്പെട്ടതിന്റെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ തന്നെ ആത്മഹത്യക്ക് തയ്യാറായി. സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് തന്നെ സയനൈഡ് സ്വന്തമാക്കാൻ പ്രസാദിന് വലുതായി ബുദ്ധിമുട്ടേണ്ടിയൊന്നും വന്നില്ല. ആത്മഹത്യാക്കുറിപ്പിന്റെ ആദ്യ പേജിൽ സാമ്പത്തിക പ്രശ്നങ്ങളും, 2ാമത്തെ പേജിൽ മാതാപിതാക്കൾക്കുള്ള വാക്കുകളും, 3ാമത്തെ പേജിൽ മജിസ്ട്രേറ്റിനുള്ള കുറിപ്പും. അതിനെല്ലാം ശേഷം തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കുന്ന നീണ്ട ആത്മഹത്യാക്കുറിപ്പിന്റെ അവസാനം സയനൈഡിന്റെ രുചിയെക്കുറിച്ച് എഴുതിയ കുറിപ്പാണ് ചുരുളഴിയാത്ത ആ വലിയ രഹസ്യത്തിലേക്ക് വെളിച്ചം വീശിയത്. അവസാനമായി പ്രസാദ് തന്റെ അബദ്ധം ആ കുറിപ്പിൽ വിശദീകരിച്ചത് അങ്ങനെയായിരുന്നു: ഞാൻ സയനൈഡ് മദ്യത്തിലിട്ട് അലിയിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് അലിഞ്ഞിരുന്നില്ല. അതേ പേന കൊണ്ട് ഞാൻ ഈ കത്തെഴുതി. അറിയാതെ എഴുത്തിനിടയിൽ പേനയുടെ അറ്റം നാക്കിൽ മുട്ടിച്ചു. അതിനുശേഷം ഭയങ്കരമായ ഒരു എരിച്ചിലുണ്ടായി. അതിൻ്റെ രുചി എഴുതിയ ശേഷം ഞാൻ എന്നുവരെ എത്തി നിന്നുപോയി ആ കുറിപ്പ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ PB ഗുജ്റാൾ കണ്ടെത്തിയത് പ്രസാദ് നേരിട്ട് സയനൈഡ് കുടിച്ചിരുന്നില്ല എന്നാണ്. അവൻ ഉപയോഗിച്ച പേനയിലൂടെ 1 മില്ലി മുതൽ 2 മില്ലിഗ്രാം സയനൈഡ് ആകെയാണ് ശരീരത്തിലേക്ക് കടന്നത്. അതിൻ്റെ ചൂടേറിയ ചവർപ്പായിരുന്നു അദ്ദേഹം ആ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയത്. 15 വർഷങ്ങൾക്ക് ശേഷം പ്രസാദിന്റെ ആത്മഹത്യാക്കുറിപ്പ് ലോക ശ്രദ്ധ നേടിയത് 2021 ബുക്കർ പുരസ്കാര ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ബെഞ്ചമിൻ ലെബറ്ററ്റിന്റെ പുസ്തകത്തിലൂടെയായിരുന്നു. പുസ്തകത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു: സയനൈഡിന്റെ അനന്തരഫലം വളരെ വേഗത്തിലാണ്. അതിൻ്റെ രുചിയെക്കുറിച്ച് ചരിത്രപരമായ ഒരു വിവരണം മാത്രമാണുള്ളത്. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ MP പ്രസാദ് എന്ന 32 വയസ്സുള്ള ഇന്ത്യൻ സ്വർണ്ണപ്പണിക്കാരൻ സയനൈഡ് വിഴുങ്ങിയതിനു ശേഷം 3 വരികൾ എഴുതാൻ സാധിച്ചു. ജീവനൊടുക്കാൻ വേണ്ടി വാടകയ്ക്കെടുത്ത ഹോട്ടൽ മുറിയിൽ നിന്ന് ശരീരത്തോട് ചേർന്ന് കണ്ടെത്തിയ കുറിപ്പിലാണ് പ്രസാദ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ലോകമറിഞ്ഞത്. പ്രസാദിന് സയനൈഡിനെ കുറിച്ച് ജിജ്ഞാസയുണ്ടായിരുന്നുവെന്ന് കുടുംബം അന്ന് പ്രതികരിച്ചിരുന്നു. പ്രസാദ് ഇന്ന് ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് മരണത്തിനുമപ്പുറം ശാസ്ത്രലോകത്തിനൊരു സംഭാവന നൽകിയ വ്യക്തിയായാണ്.